അപ്പോൾ ഗായ്സ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. കാരണം ഈ ജനുവരി ഇൻടേക്കിലേക്ക് ഒരുപാട് റിജക്ഷനും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടുമുക്ക ഇൻ്റർവ്യൂ വന്ന കുട്ടികളിൽ ഒരു 60% റിജക്ഷൻ വന്നിട്ടുണ്ട്. മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് വിസ കിട്ടുന്നതിലും കിട്ടാതിരിക്കുന്നതിലും. ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനെ കുറിച്ച് എനിക്കിപ്പോൾ പറയാനുള്ളത്, ചെയ്യുന്നത് ഇല്ലെങ്കിൽ എൻ്റെ ഇതിൽ റെഫ്യൂസിൽ വന്നവരും ബാൻ കിട്ടിയവരും എല്ലാം എൻ്റെ അടുത്തുണ്ട്. അമ്പാനിയുടെ മക്കളൊന്നുമല്ല, നമ്മുടെ കയ്യിൽ എത്ര ഫണ്ട് ഉണ്ടാവണമെന്നില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. ഞങ്ങളുടെ സ്വന്തം വിഷ്വലായത് നമ്മളങ്ങനെ ക്വാറന്റൈൻ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്ത് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിന് സന്തോഷമായിരിക്കും എൻ്റെ മുഖത്ത് കാണുന്നുണ്ടാവുക. 10 ദിവസം അടച്ചുപൂട്ടി ഒരു കൂട്ടിനകത്ത് ഇരുന്ന് പട്ടി പിടിച്ചിട്ട് പുറത്തിറങ്ങുന്ന ആദ്യത്തെ ഒരു വ്ളോഗാണ്. ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് വീഡിയോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങി അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട് നോക്കുക, തണുപ്പ് എങ്ങനെയുണ്ട് നോക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിന്ന് പുറത്തിറങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോ ഇത് ചെയ്യണമെന്ന് എനിക്ക് ഒരിക്കലും വിചാരിച്ചില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് ജനുവരി ഇൻടേക്കിൽ റിജക്ഷൻസ് വന്നിട്ടുള്ള അതിൻ്റെ റീസൺസ് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടൊരു വീഡിയോ ചെയ്യാവുമെന്ന്. ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കിയൊരു വീഡിയോ ആയിരുന്നു. കാരണം ഈ വീഡിയോ ചെയ്യുകയാണെങ്കിൽ പലർക്കും ചിലപ്പോൾ അത് കൊള്ളും. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഡിസ്ലൈക്സ് കൂടും. എനിക്കതിൽ കാര്യമൊന്നുമില്ല. ഞാൻ ഈ ചാനൽ ഇത്ര നാൾ നടത്തിക്കൊള്ളാമെന്ന് എനിക്കൊരു ഇതുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും മറച്ചു വയ്ക്കാതെ തന്നെ കാര്യം പറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ വീഡിയോ UK എത്തിയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ഇതുതന്നെ ആയതിൽ ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളും കാണിക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഞാൻ വലിച്ചു കിട്ടി മച്ചന്മാരുടെ ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. കാരണം ഈ ജനുവരി ഇൻടേക്കിലേക്ക് ഒരുപാട് റിജക്ഷനും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇത് എത്ര ഏജൻസികൾ ഇത് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. UK സ്റ്റുഡൻറ്റ് വിസ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം. വിസ വയ്ക്കുമ്പോൾ ഒട്ടുമുക്ക ആൾക്കും വിസ കിട്ടുന്നുണ്ടായിരുന്നു സെപ്റ്റംബർ ഇൻടേക്ക് വരെയും. എനിക്കതിലൊരു ഒബ്ജക്ഷനുമില്ല. പക്ഷേ ഈ ജനുവരി ഇൻടേക്കിൻ്റെ കാര്യം നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? ഒട്ടുമുക്ക ഇൻ്റർവ്യൂ വന്ന കുട്ടികളിൽ ഒരു 60% റിജക്ഷൻ വന്നിട്ടുണ്ട്. റിജക്ഷൻ വന്നവരൊരിക്കലും മുന്നോട്ട് വന്ന് എനിക്ക് റിജക്ഷൻ വന്നു എന്ന് പറയാത്തത് കൊണ്ട് തന്നെ ഈ സത്യങ്ങൾ വളരെയധികം മൂടി വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഈ റിജക്ഷൻ വന്ന കാര്യവും എല്ലാവരും തന്നെ അറിയണം. അറിയാതെ ഇരുന്നിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറയാം, എന്തൊക്കെ റീസൺ കൊണ്ടാണ് റിജക്ഷൻ വന്നിരിക്കുന്നതെന്ന്. ഞാൻ ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയാം റിജക്ഷൻ വരുന്ന കാര്യത്തിൻ്റെ. ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ആക്ച്വലി ഇത് വേണ്ടാന്ന് വെച്ചത്, കാരണം ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ബിസിനസ്സിൽ ചെറുതായിട്ടൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാതിരിക്കുന്നത്. എന്നാലും ഞാൻ ആർക്കും കൊള്ളിക്കാതെ തന്നെ ഈ പരിപാടി, ഞാൻ ഈ വീഡിയോ ചെയ്ത് എല്ലാവർക്കും കാര്യങ്ങൾ തൊട്ടും തൊടാതെ എല്ലാം മനസ്സിലാക്കി തരാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ കേസ് യൂണിവേഴ്സിറ്റി സെലക്ഷൻ, രണ്ടാമത്തെ കേസ് കോഴ്സ് സെലക്ഷൻ, മൂന്നാമത്തെ കേസ് ഏജൻസി സെലക്ഷൻ, നാലാമത്തെ കേസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അഞ്ചാമത്തെ കേസ് ലാംഗ്വേജ് പ്രൊഫഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു കുട്ടിയെ റിജക്ഷനിലേക്ക് എത്തിക്കുന്നത്. നമുക്കിതെല്ലാം അവോയ്ഡ് ചെയ്യാം. ഇത് സുഖമായിട്ട് ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് തന്നെ നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് വിസ കിട്ടും. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മുന്നത്തെ ഇൻടേക്കുകൾ എല്ലാം തന്നെ നമ്മൾ ഒന്നും തന്നെ ഒരു വലിയ പ്രോബ്ലമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് തന്നെ നമുക്ക് വിസ വയ്ക്കുന്നവർക്കെല്ലാം വിസ കിട്ടി. കാരണം ആ ടൈമിൽ UKVI അധികം അങ്ങനെ ഒരു കൂടുതലായിട്ടൊരു സ്ട്രിക്ട്നെസ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വിസ നമുക്ക് ഈസി ആയിട്ട് കിട്ടിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ടൈമിൽ അത് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇനി വിസ ഫയൽ ചെയ്യുന്നവർ യൂണിവേഴ്സിറ്റി സെലക്ഷൻ, കോഴ്സ് സെലക്ഷൻ, അതേപോലെ തന്നെ ഏജൻസി സെലക്ഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് ഞാൻ യൂണിവേഴ്സിറ്റി സെലക്ഷൻ തൊട്ട് തുടങ്ങാം. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി സെലക്ഷൻ്റെ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രൊഫൈല് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് വിസ കിട്ടുന്നതിലും കിട്ടാതിരിക്കുന്നതിലും. ഒരു ഏജൻസിയും പ്രൊഫൈല് ഒരിക്കലും വെരിഫൈ ചെയ്ത് മര്യാദയ്ക്ക് അനലൈസ് ചെയ്യാതെ, കുട്ടികളുടെ സജഷൻസ് കേൾക്കാതെ, ഏജൻസിയുടെ താല്പര്യങ്ങൾ മാത്രം മാനിച്ചുകൊണ്ട് വിസ അപ്ലൈ ചെയ്യുന്നതിൽ വരുത്തുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക്
കിട്ടുന്ന യൂണിവേഴ്സിറ്റിയിൽ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പരിപാടി. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി സെലക്ഷൻ റോങ് ആയി സെലക്ട് ചെയ്ത് നമുക്ക് റിജക്ഷൻസ് കിട്ടുന്നത്. ഒരു കുട്ടിയുടെ പ്രൊഫൈൽ നിങ്ങളൊരു വിസ ഇപ്പോൾ ഏത് UK ആണെങ്കിലും കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും നമ്മൾ പ്രൊഫൈൽ നിർബന്ധമായിട്ടും നമ്മൾ അനലൈസ് ചെയ്തിരിക്കണം. നമ്മുടെ പ്രൊഫൈൽ വീക്കാണോ സ്ട്രോങ് ആണോ എന്നെല്ലാം നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതറിയാതെ കൊണ്ട് വിസ വെച്ച് കഴിഞ്ഞാൽ 8 നിലയിൽ ചിലപ്പോൾ വിസ പൊട്ടിയെന്ന് വരാം. ലക്കിന് ഒരുപാട് പേര് കയറിപ്പോയിട്ടുണ്ട്, അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ അത് റിസ്ക്കിലാണ് കയറിപ്പോകുന്നത്. ആ റിസ്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം. അതല്ലാതെ നിങ്ങളുടെ പ്രൊഫൈൽ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഒരു റിജക്ഷന് ഒരു സാഹചര്യം വരുന്നില്ല. എങ്ങനെയാണ് പ്രൊഫൈൽ വീക്കാണോ സ്ട്രോങ് ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്ന്, ഇയർ ഗ്യാപ്പ്, ഓക്കെ, പ്രീവിയസ് വിസ റിഫ്യൂസൽസ്, അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻസ്, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പ്രൊഫൈൽ വീക്കാണോ സ്ട്രോങ് ആണോ എന്നെല്ലാം ചെക്ക് ചെയ്യുക. ഞാൻ പറയുവാണെങ്കിൽ ഒരുപാട് അഫോർഡബിൾ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് UK. ഓക്കെ, ഇതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൽ. നിങ്ങളുടെ പ്രൊഫൈൽ വീക്കാണ്, നിങ്ങൾ റാങ്കിങ് കുറഞ്ഞുള്ള യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിസ റിഫ്യൂസൽ അയക്കാം. നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ഇല്ല, നിങ്ങളുടെ പ്രൊഫൈൽ വീക്കാണ് എങ്കിൽ നിങ്ങൾ റാങ്കിങ് കൂടിയുള്ള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ നമ്മൾ റാങ്കിങ് കുറഞ്ഞുള്ള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. അത് എൻ്റെ റിക്വസ്റ്റാണ്. ഞാൻ പറഞ്ഞത് റാങ്കിങ് കൂടെയുള്ള യൂണിവേഴ്സിറ്റിയും റാങ്കിങ് കുറഞ്ഞുള്ള യൂണിവേഴ്സിറ്റിയും. ഇപ്പോൾ ഇന്ന് റാങ്കിങ് പുറകിലാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി നാളെ ഒരിക്കൽ റാങ്കിങ്ങിൽ നല്ല രീതിയിൽ മുന്നോട്ട് വരാം. ഓക്കെ, അത് യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ റാങ്കിങ്ങിൽ മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം വരും. പക്ഷേ നിങ്ങൾ പ്രൊഫൈലാണ് ചെക്ക് ചെയ്യേണ്ടത്, യൂണിവേഴ്സിറ്റി റാങ്കിങ് അല്ല. നിങ്ങളുടെ പ്രൊഫൈൽ വീക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റാങ്കിങ് കുറഞ്ഞുള്ള യൂണിവേഴ്സിറ്റിയിൽ വെക്കുന്നതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻസി, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഇത് ഞാൻ ആരെയും കൊള്ളിച്ചുകൊണ്ടുള്ള സംസാരമല്ല, പക്ഷേ നിങ്ങൾ തന്നെ നിങ്ങൾ പ്രൊഫൈൽ അനലൈസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പിടിയിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി സെലക്ഷൻ എങ്ങനെയായിരിക്കണമെന്ന്, റാങ്കിങ് കൂടിയുള്ള യൂണിവേഴ്സിറ്റിയും കുറഞ്ഞുള്ള യൂണിവേഴ്സിറ്റി റാങ്കിങ് എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞും വരാം. പക്ഷേ നിങ്ങളുടെ പ്രൊഫൈലാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പോരായ്മ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. രണ്ടാമത്തെ കേസ്, റിലവൻ്റ് ആയിട്ടുള്ള കോഴ്സുകളല്ലാത്തത്. ഇൻ്റർവ്യൂ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളുള്ള ഒരു സംഭവമാണ്. UKVA ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ള എനിക്കറിയാം ഈ ജനുവരി ഇൻടേക്കിലേക്ക് എത്ര റിഫ്യൂസലാണ് വന്നിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്യൂസലാവുന്ന എല്ലാ കുട്ടികളും എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. ഒരുവിധപ്പെട്ട കുട്ടികളെല്ലാവരും എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ റിഫ്യൂസൽ റീസൺസും ഞാൻ പഠിച്ചു നോക്കിയിട്ടായിരിക്കും ഇവർക്ക് എന്താണ് ഇനി ഫർദർ ചെയ്യേണ്ടതെന്ന് ഈ കാര്യങ്ങളെല്ലാം പറയാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും പ്രൊഫൈൽ നിങ്ങൾ അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളെ പ്രീവിയസ് എഡ്യൂക്കേഷൻ ഏതിലാണ്, പ്രീവിയസ് കോഴ്സ് ഏതിലാണോ, റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെ മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എടുക്കുന്ന ഏജൻസികൾ, ഞാൻ ഏജൻസികളെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജനുവരിയിൽ ഉണ്ടായിരിക്കുന്ന റിജക്ഷൻസ് ഏജൻസിക്കും വലിയൊരു ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. UKVയുടെ പെട്ടെന്നുള്ള മാറ്റങ്ങളും കാരണങ്ങളും കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത് കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു റിജക്ഷൻസ് കൂടുതലായിട്ട് വരാനുള്ളത്. ഇനി പക്ഷേ സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും തന്നെ ഇനി വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഗൈഡൻസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ പ്രൊഫൈൽ സ്ട്രെങ്ത്ത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ കുട്ടികൾ വരുത്തുന്ന ഏജൻസി മിസ്റ്റേക്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രീവിയസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എല്ലാ ഏജൻസിയും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് എടുക്കാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സ് അതെന്താണോ അതെടുക്കാനായിട്ട് നോക്കുക. അല്ലാതെ വല്ലതും പറയുന്നതും വല്ലതും തരുന്നതും തലയിൽ വെച്ചിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങളെ എംബസിയിൽ പിടിച്ച് വിസ റിഫ്യൂസൽ അവിടെ നിന്ന് അയക്കാം. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. ഫ്യൂച്ചറിൽ ഒരു വർക്ക് പെർമിറ്റിലേക്ക് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് എത്രത്തോളം ബാധിക്കും എന്ന് എനിക്ക് ഇതുവരെ പറയാനറിയില്ല. പക്ഷേ ഞാൻ ബാധിക്കും എന്ന് പറയുന്നത് ഞാൻ പലരുടെയും ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ്.
അതുകൊണ്ട് തന്നെ ഏജൻസി തരുന്ന കോഴ്സ് അല്ലാതെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങളിതിൽ പ്രോപ്പറായിട്ട് റിസർച്ചും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരിക്കണം. അല്ലാതെ ഒരിക്കലും കിട്ടുന്ന കോഴ്സ് എടുത്തിട്ട് കയറി വരാൻ നിൽക്കരുത്. ഓക്കെ, ഇത് ഞാൻ പല ഗ്രൂപ്പുകളിലും സംസാരിച്ചു. പല ഗ്രൂപ്പുകളിലും സെയിം ഒപ്പീനിയനാണ്, ഏജൻസിയാണ് കോഴ്സുകൾ സജസ്റ്റ് ചെയ്തത്. അങ്ങനെയല്ല, അത് നിങ്ങളാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സാണോ നോക്കണം. അല്ലാതെ ഇവിടെ വന്ന് പഠിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, ഇതിൽ കുറേ എതിരായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെ കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പോൾ ഏജൻസി സെലക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ എടുത്ത് തരുന്ന ഏജൻസികളായിരിക്കണം. അല്ലാതെ തോന്നുന്ന കോഴ്സുകൾ മാത്രം എടുത്ത് അവർ പറയുന്ന കോഴ്സുകൾ എടുത്തിട്ട് കയറി വരുന്ന ആയിരിക്കരുത്. ഓക്കെ ഗായ്സ്, ഈ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിനിഞ്ഞാന്ന് അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും വളരെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ആ വീഡിയോ റിവ്യൂ ചെയ്തിട്ടാണ് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അതാണ് വീണ്ടും അത് പോസ്റ്റ്പോണ്ട് ചെയ്ത് ഈ വീഡിയോ. വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഞാൻ അതിനകത്ത് എഡിറ്റ് ചെയ്ത് മാറ്റിയ ഒരു കണ്ടൻറ്റ് നമ്മളുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിരുന്നു. ഓക്കെ, കാരണം ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനെ കുറിച്ചിട്ട് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാതെ നമുക്ക് പോകാനായിട്ട് കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഉള്ളവർ അത്രയ്ക്കും ഇതിൻ്റെ സഹായമില്ലാതെ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് പിന്നെയല്ല ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏജൻസി സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് തന്നെ, ഞാൻ ഡ്രീംസിൽ തുടങ്ങിയ സമയം തന്നെ നമ്മളുടെ കുട്ടികൾക്ക് ഡ്രീംസിനെ സമീപിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പലരുമായിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമ്മൾ ചെയ്യിപ്പിച്ചും അറേഞ്ച് ചെയ്തും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായി സംഭവം ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഡൗട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഡൗട്ടുകൾ എനിക്ക് ഏകദേശം ഒരു 1500 മെസ്സേജുകളോളം പെൻഡിങ് കിടക്കുന്നുണ്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട്. കാരണം ഒറ്റയടിക്ക് അത് റിപ്ലൈ ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പതിയെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നാമത് ഞാൻ UK വന്നു, ഇവിടുത്തെ ടൈമും അവിടുത്തെ ടൈമും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൾ ചെയ്യുന്ന ആൾക്കാർക്കും ചിലപ്പോൾ റിപ്ലൈ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരുന്നില്ല. മാക്സിമം ഇവിടുത്തെ ടൈം അനുസരിച്ചിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക. മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനെ കുറിച്ച് എനിക്കിപ്പോൾ പറയാനുള്ളത്, ചെയ്യുന്നത് ചെയ്യുക. കാരണം ഇത് കുറച്ചും കൂടി ഞാൻ ക്ലാരിറ്റി തരാം എനിക്ക് വേണമെങ്കിൽ. ഇല്ലെങ്കിൽ എൻ്റെ ഇതിൽ റെഫ്യൂസൽ വന്നവരും ബാൻ കിട്ടിയവരും എല്ലാം എൻ്റെ അടുത്തുണ്ട്, കയ്യിലുണ്ട്. പക്ഷേ ഞാനത് ഒന്നും ചെയ്യുന്നില്ല. കാരണം നമുക്കിതില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുമാത്രമല്ല, ചിലപ്പോൾ എൻ്റെ വീഡിയോ ഇനി പല എംബസിയിലുള്ള ആൾക്കാരും എല്ലാവരും ചിലപ്പോൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് ഫ്യൂച്ചറിലേക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പാർട്ട് ഞാൻ വേറെ രീതിയിൽ പറയാമെന്ന് വിചാരിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് അസിസ്റ്റൻസ് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് കാണിക്കാം. പക്ഷേ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അവർ ഫ്ലെക്സിബിൾ ആണോ എന്ന് ചോദിക്കണം. മാക്സിമം നമ്മൾ എടുക്കുന്ന ബാങ്കിലെ മാനേജേഴ്സ് ഫ്ലെക്സിബിൾ ആണെന്ന് നോക്കാം. നമുക്ക് ഇത് ബാങ്കിനെ കിട്ടാൻ തന്നെയാണ് വലിയൊരു പാട്, അതെല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ ഒരുപാട് എമൗണ്ട് ഇട്ട് കളിക്കുന്ന കളിയല്ലേ, ഒരു ഞാനുമേൽ കളി എന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു കളിയല്ലേ. അപ്പോൾ അതും കൂടി നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കണം. ഒരുപാട് കുട്ടികൾ എന്നെ ഇപ്പോൾ അസിസ്റ്റൻസിൻ്റെ ഡൗട്ടിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. മാക്സിമം അവർക്ക് നല്ലൊരു റിപ്ലൈ കൊടുക്കാം, എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കും. അപ്പോൾ ഇതെടുക്കുന്നവർ സൂക്ഷിച്ച് എടുക്കുക. അതേപോലെ തന്നെ മാക്സിമം ജെന്യൂനായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. RBIയുടെ എല്ലാ റെഗുലേഷൻസും പാലിക്കുന്നുണ്ടോ നോക്കുക. ഇതെല്ലാം അതിനകത്ത് പ്രോപ്പറായിട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഇത്രമാത്രം ചെയ്യുക. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഇതിൽ റെഫ്യൂസൽ കിട്ടിയ ആൾക്കാർ ഒരുപാടുണ്ട്. ഞാൻ റെഫ്യൂസൽ ലെറ്റേഴ്സ് വെറുതെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാൻ കിട്ടിയ ആളുടെ ലിസ്റ്റും ഒരു ലെറ്ററും ഞാൻ അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ഞങ്ങൾക്കൊരു ഇൻഫർമേഷന് വേണ്ടി പറയുന്നതാണ്. അല്ലാതെ നമ്മൾ ഇത് ചെയ്യണ്ടെന്നല്ല പറയുന്നത്. ഇത് ചെയ്തേ പറ്റൂ, പക്ഷേ നോക്കിയും കണ്ടും ചെയ്യുക. ഇതിൽ കൂടുതൽ എന്നെ പറയാനായിട്ട് ഫോഴ്സ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ മാക്സിമം റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ളത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. IELTS ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലാംഗ്വേജ് പഠിക്കരുതെന്നൊന്നും ഒരർത്ഥമില്ല. മാക്സിമം നിങ്ങൾ ഒരു
സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സെങ്കിലും അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി സെലക്ഷൻ, ഓക്കെ, നിങ്ങളിപ്പോൾ ചീപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റി എടുക്കുകയാണ്, ഇല്ലെങ്കിൽ അഫോർഡബിൾ യൂണിവേഴ്സിറ്റി എടുക്കുകയാണ്. ഒരു യൂണിവേഴ്സിറ്റി യുകെയിൽ ചീപ്പൊന്നുമല്ല, അവർ പല സ്കോളർഷിപ്പ് വഴി അത് കുറച്ച് തരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പോയി ലാംഗ്വേജ് പ്രൊഫഷൻസി വരുത്തുക. മാക്സിമം ആ ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് റിസർച്ചുകൾ നടത്താനായിട്ട് ശ്രമിക്കുക. പ്രീവിയസ് ഇൻ്റർവ്യൂയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പ്രീവിയസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് എല്ലാ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ കണ്ടിരിക്കുന്നത് ലാംഗ്വേജ് പ്രൊഫഷൻസി ഇല്ല, പക്ഷേ അവർക്ക് അഫോർഡബിൾ യൂണിവേഴ്സിറ്റി പഠിക്കണം, പ്രൊഫൈലാണെങ്കിൽ 1 വീക്ക്, ഇവരെല്ലാവരും അപ്ലൈ ചെയ്യുന്നു. പക്ഷേ ലക്കിന് ഒരുപാട് പേര് കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ ജനുവരി ഇൻടേക്കിലേക്ക് മച്ചാന്മാരെ റിജക്ഷൻ കിട്ടിയവരുടെ അളവ് എനിക്കറിയില്ല ഇത് എത്ര പേർക്ക് അറിയും, ഇല്ലെങ്കിൽ എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന്. പക്ഷേ സംഭവം ഇവിടെയുണ്ട്. മാക്സിമം ഏജൻസി സെലക്ട് ചെയ്യുന്നത് ഇനി ഇൻ്റർവ്യൂ ട്രെയിനിങ് കൂടി തരുന്ന ഏജൻസികൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻ കേസ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവും, കാരണം ഒന്നും കൊണ്ടല്ല, ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ട്. ഇനി വരുന്ന ഇൻടേക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ്. എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നും ഒഴിവാക്കാൻ പറ്റാതെ, യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റി ആവണം, ചീപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റി ആവണം, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ആവണം. മൂന്നാമത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇല്ലാതെ നമുക്കൊന്നും വരാൻ പറ്റില്ല. മാക്സിമം ജെന്യുവനായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ലാംഗ്വേജ് പ്രൊഫഷൻസി വരുത്താനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് റിജക്ഷൻ ഇല്ലാതിരിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ലാസ്റ്റ് മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. നമ്മളുടെ സ്വഭാവമാണ്, നമ്മൾ എല്ലാം ലാസ്റ്റ് മിനിറ്റിലേ ചെയ്യുള്ളൂ. കഴിഞ്ഞ ഇൻടേക്കിൽ ഒരുപാട് കുട്ടികൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് ലാസ്റ്റ് മിനിറ്റിൽ കിടന്നിട്ട് ഓടാൻ നിൽക്കുന്നത്. ഈ ഓടുന്ന സമയത്താണ് ഇവർ ലോൺ ലെറ്ററും കാര്യങ്ങളെല്ലാം എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരുത്തിയേക്കാം. അതാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ മാക്സിമം FD ലെറ്റർ എടുക്കാനായിട്ട് നോക്കുക. FD ലെറ്റർ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ലോൺ ലെറ്റർ എടുക്കുകയാണെങ്കിൽ മാക്സിമം ജെന്യുവനായിട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വന്നോന്ന് എനിക്കറിയില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ പറയാനുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് ഇത്രയ്ക്ക് നിർത്തുകയാണ്, വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.